അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് 34-ാം സങ്കീർത്തനമാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 34-ാം സങ്കീർത്തനം. അബീമേലെക്കിൻ്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്നും അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനമാണിതെന്ന് ഹെഡിങ്ങിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൻ്റെ 1-ാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. സന്തോഷം വരുമ്പോൾ ദൈവത്തെ ആരാധിക്കുവാനോ പാടുവാനോ നമുക്ക് കഴിഞ്ഞേക്കാം. സ്വന്തം രാജ്യത്ത് താമസിക്കുവാൻ സമ്മതിക്കാത്ത ശൗൽ രാജാവിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് അഭയത്തിനായ അബീമേലെക്കിൻ്റെ മുമ്പിൽ ദാവീദ് എത്തിപ്പെട്ടു. എന്നാൽ അവിടെ ചെന്നപ്പോൾ രാജാവിൻ്റെ ആളുകൾ ദാവീദിനെ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ അബീമേലെക്കിൻ്റെ കയ്യിലാണ് ദാവീദ്. അവർ അവനെ തിരിച്ചറിയാതിരിക്കുവാനായിരിക്കാം താൻ ഇപ്പോൾ താടി നീട്ടി വളർത്തിയിട്ടുണ്ട്. എങ്കിലും അവർ പറയുകയാണ്, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് അവർ പാടിയത് ഇവനെക്കുറിച്ചല്ലയോ എന്ന്. 1 ശമൂവേൽ 21-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആഗീസിൻ്റെ ഭൃത്യന്മാർ ഇവൻ ദാവീദാണ് എന്ന് പറഞ്ഞിട്ടും ആഗീസ് ദാവീദിനെ ഒരു ഭ്രാന്തനായിട്ടാണ് കണ്ടത്. കാരണം സുബോധമില്ലാത്തവനെപ്പോലെ ദാവീദ് താടിയിൽ കൂടി തുപ്പൽ ഒലിപ്പിക്കുകയും വാതിലിൽ മേൽ വരയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇവരൊരു ഭ്രാന്തൻ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ദാവീദിനെ അവിടെ നിന്നും ഓടിച്ചപ്പോൾ ദാവീദ് അദുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി. അവൻ്റെ മരണഭയം മാറിയ നിമിഷമായിരുന്നു അത്. ദൈവം അവനെ അവരുടെ കയ്യിൽ നിന്നും രക്ഷിച്ചു. 4-ാം വാക്യത്തിൽ അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, യഹോവ എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും വിടുവിച്ചു എന്ന്. ഭയം നമ്മെ തളർത്തും. മുന്നോട്ട് പോകുവാൻ പറ്റാത്തവണ്ണം നാം ക്ഷീണിക്കുകയും നമ്മുടെ പ്രാർത്ഥന മുടങ്ങുകയും ചെയ്യും. ദൈവഭയം നഷ്ടമാകുവാനും അത് മുഖാന്തരമായി തീരാം. അതുകൊണ്ടാണ് ദൈവം നമ്മോട് കൽപ്പിക്കുന്നത്, നീ ഭയപ്പെടേണ്ട എന്ന്. ദാവീദ് തൻ്റെ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെട്ടത് തുപ്പൽ ഒലിപ്പിച്ചതുകൊണ്ടോ വാതിലിൽ വരച്ചതുകൊണ്ടോ അല്ലായിരുന്നു. പിന്നെയോ ഞാൻ യഹോവയോട് അപേക്ഷിച്ചു എന്ന് 34-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനെ രക്ഷിച്ചു. നാം ഇപ്രകാരം ഭയത്തോടെയാണോ ജീവിക്കുന്നത്? ഓർക്കുക, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. തികഞ്ഞ സ്നേഹം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കണം. ആ യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ നാം അനുവദിച്ചാൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം എന്ത് ചെയ്യണമെന്ന് കർത്താവ് നമുക്ക് ബുദ്ധി പറഞ്ഞു തരും. നാം അവൻ്റെ വചനം അഥവാ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ദുഷ്ടൻ നമ്മെ ഭരിക്കുവാൻ ഇടയാകും. ആ സമയത്ത് ദൈവാത്മാവിൻ്റെ ഗൈഡൻസ്, ദൈവാത്മാവിൻ്റെ ആലോചന നമുക്ക് ലഭിച്ചാലും അത് അംഗീകരിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. നാം അത് തള്ളിക്കളയും. 34-ാം സങ്കീർത്തനം 6-17 വാക്യങ്ങളിൽ ദാവീദ് നിലവിളിക്കുകയാണ് തൻ്റെ കഷ്ടങ്ങളിൽ നിന്നും രക്ഷിക്കുവാനായി. ഒരു ഉറപ്പ് ദാവീദിനുണ്ട്, അവൻ ന്യായപ്രമാണം അനുസരിക്കുന്നവനായിരുന്നു. ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കുന്നവർക്ക് സംരക്ഷണം ഉറപ്പാണെന്ന് അവന് അറിയാമായിരുന്നു. കഷ്ടങ്ങൾ നമ്മെ തകർക്കുകയില്ല, എങ്കിലും നാം മുന്നോട്ട് പോകാതെ വണ്ണം നമ്മെ തടഞ്ഞു നിർത്തും. ആ പ്രതികൂല സമയങ്ങളിൽ ഒന്ന് നാം ചെയ്യണം, യഹോശാഫാത്തിനെ പോലെ ദൈവത്തോട് നിലവിളിക്കണം. അനേകം വില്ലാളികൾ യഹോശാഫാത്തിനെ എയ്യുവാൻ ശ്രമിച്ചു. യഹോവയോട് നിലവിളിച്ചപ്പോൾ രഥനായകന്മാർ യഹോശാഫാത്തിനെ വിട്ട് മാറി. 2 ദിനവൃത്താന്തം 18-ാം അധ്യായം 1 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. നാം ദൈവത്തോട് നിലവിളിക്കുന്ന അതേ സമയം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. എന്നാൽ നാം അവൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്നവരായിരിക്കണമെന്ന വ്യവസ്ഥ നാം മറന്നു പോകരുത്. 34-ാം സങ്കീർത്തനം 19-ാം വാക്യത്തിൽ നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ദൈവകുഞ്ഞിന് അനർത്ഥങ്ങൾ ഒഴിഞ്ഞ് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. എന്നാൽ തൻ്റെ അനർത്ഥത്തിൽ അവനത് വ്യസനകാരണമായി തീരുവാൻ ദൈവം ഇടവരുത്തുകയില്ല. തൻ്റെ ഭക്തന്മാരുടെ അഥവാ തൻ്റെ വചനം അനുസരിക്കുന്നവരുടെ എല്ലാ അനർത്ഥത്തിൽ നിന്നും യഹോവ അവരെ വിടുവിക്കും. എന്നാൽ ഒരു
അനർത്ഥത്തിൽ പെടുന്ന ദൈവമകനോ ദൈവമകളോ ആ അനർത്ഥത്തിൽ നിന്നും ഒന്നിലധികം പാഠങ്ങൾ ദൈവത്തിൽ നിന്നും പഠിച്ചിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ദൈവമക്കളുടെ ജീവിതത്തിലെ അനർത്ഥങ്ങളെല്ലാം അവർക്ക് ഉപകാരവും ഭാവിയിലേക്ക് നല്ല ഗുണപാഠവുമായി തീരുമ്പോൾ ദൈവവചനം പ്രമാണിക്കാത്തവർ അനർത്ഥത്തിൽ തകർന്നു പോകും. കാരണം അവരുടെ വീട് മണലിന്മേലാണ് അവർ പണിതിരിക്കുന്നത്. അടിസ്ഥാനമില്ലാത്ത പണിയാണത്. 34-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ബാലസിംഹം എന്നാൽ യങ് ലയൺ എന്നാണ് അർത്ഥം. സ്വന്തം കഴിവ് കൊണ്ട് വേട്ടയാടി അപ്പൻ സിംഹത്തിനും അമ്മ സിംഹത്തിനും ആഹാരം എത്തിച്ചു കൊടുക്കുന്ന ശക്തനാണിവൻ. എന്നാൽ അവൻ പോലും തൻ്റെ സ്വന്തം വിശപ്പിന് ഭക്ഷണം കിട്ടാതെ വിശന്നുകൊണ്ടിരിക്കേണ്ടി വരും. എന്നാൽ അത്ര ശക്തരൊന്നും അല്ലെങ്കിലും ദൈവത്തെ അവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് സ്നേഹിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നന്മയ്ക്കും കുറവ് വരുത്തുവാൻ ദൈവം സമ്മതിക്കുകയില്ല. യേശു തൻ്റെ ശിഷ്യന്മാരെ രണ്ടായി അയച്ച് അവർ സന്തോഷത്തോടെ മടങ്ങി വന്നപ്പോൾ യേശു അവരോട് ചോദിച്ച ഒരു ചോദ്യം, നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ എന്നാണ്. സാത്താൻ്റെ കെണിയിൽ നാം വീഴാതിരിക്കുന്നതിന് വേണ്ടിയാണ് കൽപ്പനകൾ അനുസരിക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മോട് കൽപ്പിക്കുന്നത്. ദാവീദിന് ദൈവത്തിൻ്റെ നടത്തിപ്പും കാവലും എല്ലാ സമയത്തും ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ നടത്തിപ്പും കാവലും ലഭിക്കുവാൻ നാം എന്ത് ചെയ്യണമെന്ന് 34-ാം സങ്കീർത്തനം 5-ഉം 18-ഉം വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 5-ാം വാക്യത്തിൽ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്നും 34-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിൽ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നുവെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ നടത്തിപ്പും കാവലും നമുക്ക് ലഭിക്കുവാൻ നാം ദൈവത്തെങ്കിലേക്ക് തിരിയണം എന്നും ഹൃദയനുറുക്കവും തകർന്ന മനസ്സും നമുക്കുണ്ടായിരിക്കണമെന്നും ഈ 2 വാക്യങ്ങളിൽ കൂടി ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്ന് 5-ാം വാക്യത്തിൽ നാം കേട്ടുവല്ലോ. ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ they looked unto him എന്ന ഇംഗ്ലീഷ് വാക്യവും ചേർത്ത് വെച്ച് പഠിച്ചാൽ അബീമേലെക്കിൻ്റെ മുമ്പിൽ നിന്നും ഓടിയവർ ദാവീദ് മാത്രമായിരിക്കില്ല എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. പ്രതിസന്ധി വേളയിൽ ദാവീദും അവൻ്റെ കൂടെയുള്ള എല്ലാവരും മറുപടി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ദൈവമുഖത്തേക്ക് നോക്കി നിലവിളിച്ചു. ദൈവം അവർക്ക് മറുപടി കൊടുത്തപ്പോൾ അവർ സന്തോഷവാന്മാരായി. അവരുടെ ഭയമുള്ള മുഖം മാറി, പകരം സന്തോഷം അവരുടെ മുഖത്ത് പ്രകാശിച്ചു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവമുഖം അന്വേഷിക്കാതെ പാപത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ജനം അവരുടെ പാപവഴി ഉപേക്ഷിച്ച് ദൈവമുഖം അന്വേഷിച്ചാൽ അവരുടെ ചിന്താകുലം നീങ്ങി സ്വസ്ഥത അനുഭവിക്കുവാൻ അവർക്ക് കഴിയും. യോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, സർവശക്തങ്ങളിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും, നീതികേട് നിൻ്റെ കൂടാരങ്ങളിൽ നിന്ന് അകറ്റിക്കളയും. ഈ വാക്യം ഇംഗ്ലീഷ് NIV വെർഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണ്, ഇഫ് യു റിട്ടേൺ ടു ദ അൽമൈറ്റി യു വിൽ ബി റീസ്റ്റോർഡ്. ഇഫ് യു റിമൂവ് വിക്കറ്റ്നസ് ഫാർ ഫ്രം യുവർ ടെന്റ് ആൻഡ് അസൈൻ യുവർ നെഗറ്റ്സ് ടു ദ ഡസ്റ്റ് യുവർ ഗോൾഡ് ഓഫ് ഓഫിർ ടു ദ rocks in the ravines, then the Almighty will be your gold, the choicest silver for you. Surely then you will find delight in the Almighty and will lift up your face to God. യോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. സർവശക്തങ്ങളിലേക്ക് തിരിഞ്ഞാൽ നീ രൂപാന്തരപ്പെടും, പുതിയ മനുഷ്യനായി തീരും. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച അവസ്ഥയിൽ നിന്നും ദൈവം നിന്നെ യഥാസ്ഥാനപ്പെടുത്തും എന്ന് സാരം. അതിന് നാം ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും നീതികേടും പകയും പിണക്കവും അകൃത്യവും എല്ലാം നീക്കിക്കളയണം. തന്നെയുമല്ല, നമ്മുടെ സമ്പത്ത് നമുക്ക് ഉപയോഗിക്കാമെങ്കിലും ആ സമ്പത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തന്ന ദൈവത്തെ മറന്ന് ജീവിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചാൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞതുപോലെ നമ്മോടും പറയും, അബ്രഹാമേ, ഞാൻ നിൻ്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവും ആകുന്നു എന്ന്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോഴാണ് വാസ്തവത്തിൽ നമുക്ക് നമ്മുടെ സൃഷ്ടാവിൻ്റെ മുഖത്തേക്ക് ശരിയായി നോക്കുവാനും നമ്മുടെ യേശു ക്രിസ്തുവിൽ ഉല്ലസിക്കുവാനും കഴിയുന്നത്.
ഈ അർത്ഥത്തിലാണ് ദാവീദ് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നതിലും തെറ്റില്ല എന്ന് നാം കേട്ട ബൈബിൾ വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. പാപത്തിൽ നിന്നും പിന്തിരിയാതെ ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ കഴിയുകയില്ലല്ലോ. പാപത്തെ ഉപേക്ഷിച്ച് ദൈവത്തെങ്കിലേക്ക് നാം ചെന്നു കഴിഞ്ഞാൽ ഹന്നായുടെ മുഖത്തിൻ്റെ വാട്ടം മാറ്റിയ കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ ക്ഷീണവും മാറ്റിത്തരും. 34 സങ്കീർത്തനം 18 വാക്യം നാം വായിച്ചത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്നാണ്. ഹൃദയനുറുക്കം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൃദയകാഠിന്യമില്ലാത്ത അവസ്ഥയ്ക്കാണ്. നിർമ്മലമായ, കപടമില്ലാത്ത, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന അവസ്ഥയിലുള്ള ഹൃദയം, എല്ലാവരോടും കരുണ കാണിക്കുന്ന ഹൃദയം, ദൈവഭയമുള്ള ഹൃദയം, നിർമ്മല ഹൃദയം എന്നൊക്കെ നുറുങ്ങിയ ഹൃദയത്തെ വിശേഷിപ്പിക്കാം. അപ്രകാരമുള്ള ഹൃദയത്തിൻ്റെ ഉടമകൾക്ക് യഹോവ സമീപസ്ഥനാണ്. മനസ്സ് തകരുക എന്ന് പറഞ്ഞാൽ പാപബോധത്താൽ ഹൃദയത്തിൻ്റെ കാഠിന്യം മാറിയ അവസ്ഥയിലുള്ള ഹൃദയം എന്നാണ് അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ പാപത്തെ വിട്ടൊഴിഞ്ഞ് പ്രതീക്ഷയോടെ ദൈവമുഖത്തേക്ക് നോക്കി ഹൃദയകാഠിന്യവും കപടതയും ഉപേക്ഷിച്ച് ക്ഷമയോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ നിശ്ചയമായും ദൈവത്തിൻ്റെ നടത്തിപ്പും കാവലും നമുക്ക് ലഭിക്കുമെന്നതിന് സംശയമില്ല. നാം ഒരു നിഷ്കളങ്ക ഹൃദയത്തിനുടമയാണെങ്കിൽ സകലരോട് നമുക്ക് ക്ഷമിക്കുവാനും സഹിക്കുവാനും കഴിയും. ഒരു ശിശുവിന് മാത്രമാണ് അപ്രകാരം ചെയ്യുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ, നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെപ്പോലെ ആയി വരുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞത്. ബുദ്ധിയിൽ കുഞ്ഞ് ആകുവാനല്ല, മറിച്ച് പാപസംബന്ധമായൊരു ശിശുവിനെ പോലെ ആയിരിക്കണം. അങ്ങനെയുള്ളവരെ സഹായിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ദാവീദിന് അതുകൊണ്ടാണ് അബീമേലെക്കിൻ്റെ കയ്യിൽ നിന്നും കർത്താവ് വിടുവിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകളെ, ക്ഷണികമായ ഈ ജീവിതത്തിൽ പാപത്തെ വിട്ടൊഴിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് നമുക്ക് തിരിയാം. എത്ര വ്യസനമുള്ള ഹൃദയവും അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആശ്വാസം കൊണ്ട് നിറയും. നാം നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചാൽ പരാജയമായിരിക്കും ഫലം. എന്നാൽ കർത്താവിൻ്റെ ആലോചന പ്രകാരം നാം ചുവടുകൾ വെച്ചാൽ ജയം നമുക്ക് ഉറപ്പാണ്. ദൈവം അബീമേലെക്കിൻ്റെ മുമ്പിൽ നിന്നും ദാവീദിനെ രക്ഷ നാം കണ്ടുവല്ലോ. നിഷ്കളങ്കമായ, കഠിനമാക്കപ്പെടാത്ത ഒരു ഹൃദയം ദാവീദിന് ദൈവമുമ്പാകെ ഉണ്ടായിരുന്നു. ആരെയും തോൽപ്പിക്കുവാനല്ലായിരുന്നു ദാവീദ് അബീമേലെക്കിൻ്റെ അടുത്തേക്ക് പോയത്. ശൗലിനെ കൊന്നു തള്ളുവാൻ അനേകം അവസരങ്ങൾ ദാവീദിന് ലഭിച്ചിട്ടും അത് ഉപയോഗപ്പെടുത്തിയില്ല. ശൗലിനെ ഏതെങ്കിലും രീതിയിൽ പ്രതിസന്ധിയിൽ ആക്കിയില്ല. ദാവീദ് ജീവിച്ചത് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് മാത്രമാണ്. കാരണം ശൗൽ ദൈവത്തിൻ്റെ അഭിഷിക്തനാകയാൽ ദാവീദ് അവനെതിരെ കൈ നീട്ടിയില്ല. അത് ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യമായിരുന്നു. അതുപോലെ ആരെല്ലാം നമ്മെ ഉപദ്രവിച്ചാലും നാം കർത്താവിൽ ആശ്രയിച്ച് ജീവിച്ചാൽ ഏത് അപകടത്തെയും പ്രതിസന്ധിയെയും നമ്മിൽ നിന്നും നീക്കി നമ്മെ തൻ്റെ കൺമണി പോലെ കാത്തു സൂക്ഷിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ശക്തനാണ്. ആകയാൽ നമുക്ക് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കാം, യേശുവിനായി ജീവിക്കാം. അവൻ്റെ പ്രമാണം അനുസരിച്ചുകൊണ്ട് ജ്യോതിഷികളെപ്പോലെ തിളങ്ങാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. കടഭാരമുള്ളവരുടെ കടഭാരം മാറ്റി കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.